മന്ത്രി അത്രയും വികാരാധീനനായി ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഫംഗ്ഷൻ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കണ്ടതിൽ എങ്ങനെയാണ്? നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ പുനരധിവാസത്തിനൊരു നഗരം എന്ന ആശയം വരുന്നത്. ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് നഷ്ടപ്പെട്ടവരല്ലാത്തവർക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊരാശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിവര, ഇത് രണ്ടും കൂടിയായപ്പോൾ ഒരു നഗരം എന്ന ആശയത്തിലേക്ക് പോയി. ഏതാണ്ട് ആ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരെല്ലാവരുമായി, അവരുടെ കുടുംബങ്ങളെല്ലാവരുമായി സത്യത്തിലൊരു വലിയ ആത്മബന്ധം അതിനൊക്കെ ശേഷം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പഴയ ഓർമ്മകളിലേക്ക് അവർ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനാണല്ലോ, വികാരങ്ങളുള്ള മനുഷ്യൻ. ഒരു ദുരിതത്തിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തു എന്നൊരു ആശ്വാസമുണ്ട്. ഉറപ്പായിട്ടും 2024 ജൂലൈ മാസം 30 പുലർച്ചെ ഉരുളുപൊട്ടി. നേരെ മിനിറ്റുകൾക്കകം KSTMAയിൽ പ്രവർത്തനം ആരംഭിച്ച് നേരെ ചോപ്പറിൽ അങ്ങോട്ട് പോയി. അന്ന് ഉച്ച 1 മണി മുതൽ ഞങ്ങൾ മന്ത്രിമാരെല്ലാവരും അവിടെ ഒന്ന് വിന്യസിപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ രൗദ്രയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നപ്പുഴയുടെ അപ്പുറത്ത് മുണ്ടക്കൈ, എട്ടാമല, ആറാമല ഒക്കെയുള്ള പ്രദേശത്ത് 512 മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. കുടുങ്ങിക്കിടക്കുകയാണെന്ന് മാത്രമല്ല, അവർ കുടുങ്ങിക്കിടക്കുന്നത് മൃതശരീരങ്ങളുടെ നടുവിലാണ്. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞത് കാല് വയ്ക്കുന്നിടത്തെല്ലാം അവയവങ്ങളുടെ അവശിഷ്ടങ്ങളാണ്, ചവിട്ടിയാൽ ചളിയിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തും. അങ്ങനെ ഒരു ഘട്ടത്തിൽ പുന്നപ്പുഴയുടെ പുറത്തേക്ക് അവരെ കൊണ്ടുവരിക എന്ന പ്രയത്നം ജൂലൈ 30 7:30 മണിക്കുള്ളിൽ പൂർത്തീകരിക്കാനായി എന്ന ആദ്യ വിജയം മുതൽ അഭിലാഷിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യൻ തെരഞ്ഞിട്ടും തീരാതെ സൂചിപ്പാറക്കൊക്കെ പോലെ മനുഷ്യന് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൊണ്ടുപോയി മണപ്പിച്ചു പോലും മനുഷ്യാവശിഷ്ടങ്ങൾ പിടിക്കേണ്ടി വന്ന ഒരിടമാണിത്. അപ്പം അതുകൊണ്ട് അന്ന് മുതൽ ആരംഭിക്കപ്പെട്ട ഒരു ആത്മബന്ധം സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. നിരവധി വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ, അപസർപ്പക കഥകൾ അതൊക്കെ ഉൾപ്പെടെ ദുരന്ത സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അന്നു മുതൽ ഇന്നേ വരെ സർക്കാർ വിതരണം ചെയ്തിട്ടില്ലാത്ത ബ്രെഡ് പൂത്ത കഥ ആരംഭിക്കുന്നത്. ബ്രെഡ് പൂക്കാൻ ഞങ്ങൾ ബ്രെഡ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബ്രെഡ് നിങ്ങൾ കൊടുത്തില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് അത്ഭുതപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ പെട്ടെന്നങ്ങ് നാട്ടിൽ പ്രചരിച്ചു ബ്രെഡ് ഒരു ഘട്ടത്തിലും കൊടുത്തിട്ടില്ല. അതുമുതൽ ഇതുവരെ വളരെ ഭീകരമായ വിധത്തിൽ ആക്രമിക്കുന്നത് ഞങ്ങളെയാണെങ്കിലും ആശങ്കപ്പെട്ടിരുന്നത് ദുരന്തബാധിതരാണ്. ഒറ്റപ്പെട്ടവരായി പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുമായിരുന്നൊരു ജനതയെ ഒരു കൂരയ്ക്ക് കീഴിലേക്കോ ഒരു തണലിൻ്റെ കീഴിലേക്കോ ഒരു നഗരത്തിൻ്റെ കീഴിലേക്കോ കൊണ്ടുവന്നു എന്നുള്ളത് ലോകം ശ്രദ്ധിച്ചൊരു പുനരധിവാസ പ്രവർത്തനമാണ് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്.